ലിയനാർഡോ ഡിക്കാപ്രിയോൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഇറങ്ങിയ മൂവീസൊക്കെ ഒരു മിനിമം ക്വാളിറ്റി ഉള്ളതാണ്. അത്യാവശ്യം എൻ്റർടൈനിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ മൂവീസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഡിക്കാപ്രിയോൻ്റെ ലേറ്റസ്റ്റ് മൂവി വരുമ്പോൾ ആ ഒരു സിമിലർ പാറ്റേണിൽ തന്നെ ഒരു എൻ്റർടൈനിങ് മൂവി ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ കാണാൻ നിൽക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഒട്ടും തന്നെ ഹൈപ്പ് ഇല്ലാത്തൊരു രീതിയിലാണ് ആ പടം വന്നത്. എനിക്ക് പ്രത്യേകിച്ച് കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ പടം അൺടിൽ ഐ ഗോട്ട് എ ഫ്രീ ടിക്കറ്റ്. സോ ക്രെഡിൻ്റെ ഒരു ഓഫർ വഴി എനിക്കൊരു ഫ്രീ ടിക്കറ്റ് കിട്ടി ആ മൂവിക്ക്. സോ ഐ ഡിസൈഡഡ് ടു ഗിവ് ഇറ്റ് എ വാച്ച്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ആദ്യം തന്നെ പറയാമല്ലോ, ഇതൊരു ലോങ് മൂവിയാണ്. അതായത് 2 hours 40 minutes റൺ ടൈം ഉള്ള മൂവിയാണ് ഇത്. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ആളുകളെ പിടിച്ചിരുത്തുന്നില്ലെങ്കിൽ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാവുന്ന ഒരു റൺ ടൈമാണ് ഈ 2 hours 40 minutes എന്നുള്ളത്. പക്ഷേ ഈ പടം അത്യാവശ്യം എൻഗേജിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിപ്പോൾ ഈ പടത്തിനെ ഞാനിപ്പോൾ ഒരു 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ആദ്യ ഭാഗം, അതായത് ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതും എങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ് എന്നൊക്കെ പറഞ്ഞ ഒരു സെറ്റ് ചെയ്ത് വെക്കുന്ന ആദ്യ പകുതി. എന്നാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, ഇപ്പോൾ ഈ ചെയ്യുന്ന ഓരോ ഡിസിഷൻസ്, നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാരണം എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കാണിക്കുന്ന രണ്ടാം പകുതിയാണ് ഈ പടത്തിനുള്ളത്. ഈ ആദ്യ പകുതി അടിപൊളിയായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഇപ്പോൾ ഓരോരുത്തരുടെ ഇമോഷൻസും, ഇപ്പോൾ ഓരോന്നും സംഭവിക്കുന്നത് എന്തിന് ഇവരിത് ചെയ്യുന്നു, അവരുടെ ഒരു ഡെസിഷൻ മേക്കിംഗ്, ഇതൊക്കെ വ്യക്തമായിട്ട് തന്നെ കൺവേ ചെയ്യാൻ ഫസ്റ്റ് ഹാഫിനെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഇൻ്റർവെൽ എഴുതി കാണിക്കുന്ന പോയിന്റ് വരെ അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. എവിടെയും ബോറടിച്ചില്ല, സ്വസ്ഥമായിട്ട് ഇത് കാണാൻ പറ്റി. എന്നാൽ സെക്കൻഡ് ഹാഫ് ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് അത്യാവശ്യം ലാഗ് അടിച്ചു. ലാഗ് അടിക്കുകയെന്ന് വെച്ചാൽ ക്വാളിറ്റി മോശമായതുകൊണ്ടല്ല, ഇപ്പോൾ ചില ഷോർട്സ് ഒക്കെ ഉണ്ട് അനാവശ്യമായിട്ട് ഒരുപാട് ലോങ് ആയ പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ ഒരു ചേസ് സീനൊക്കെ വരുന്നുണ്ട്, അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ലെങ്തി ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവസാനമൊക്കെ ആയപ്പോഴേക്കും കുറച്ച് ബോറടിച്ചു. ആഫ്റ്റർ ഒരു ആകെ തുക എന്നുള്ള രീതിയിൽ എനിക്ക് പറയാവുന്നത് അത്യാവശ്യം നല്ലൊരു മൂവി തന്നെയാണ് ഇത്. മോശം ഒന്നും പറയാനില്ല. ആകെ ഒരു 10 minute ട്രിം ഓഫ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയതിനെ എന്ന് എനിക്ക് തോന്നി. സോ ഐ വുഡ് സേ ഗോ ഫോർ ഇറ്റ്. ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. അഭിനയം എല്ലാം അടിപൊളിയാണ്. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ഗോ.